السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു നമ്മെ എല്ലാ രംഗത്തും വിജയിപ്പിക്കുമാറാവട്ടെ. ശരീരത്തിന് ആഫിയത്തും മനസ്സിന് റാഹത്തും നൽകട്ടെ. നല്ല കാര്യങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയും പരലോകത്ത് നല്ല പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അവിശ്വാസികളെ പറ്റിയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ, ഇതുപോലുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരൂ എന്ന വെല്ലുവിളി നടത്തി. അതിന് അവർക്ക് അന്ന് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞു അന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഇതിൽ അവിശ്വസിക്കുന്ന വിഭാഗത്തിനുള്ളത് നരകമാകുന്നു. ഫത്തഖുന്നാർ, ആ നരകത്തെ നിങ്ങൾ പേടിക്കണം, സൂക്ഷിക്കണം. ആ നരകം അവിശ്വാസികൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഖുർആനിന്റെ ശൈലിയാണ്, അവിശ്വാസിയെ പറ്റി പറഞ്ഞാൽ വിശ്വാസിയെ പറ്റി പറയും, സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ നരകത്തെ പറ്റി പറയും. ഇങ്ങനെ നേരെ എതിരിലുള്ള കാര്യങ്ങളെ പറയാറുണ്ട്. അതനുസരിച്ചാണ് അടുത്ത ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. വബശ്ശിരില്ലദീന ആമനു, വിശ്വസിച്ചതായ വിഭാഗത്തിന് നബിയെ തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കൂ. വഅമിലു സ്വാലിഹാത്തി, മാത്രമല്ല നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തു. വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും മനുഷ്യന്റെ വിജയത്തിന് നിദാനമാകുന്നു, അനിവാര്യമാകുന്നു. അതാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. വിശ്വസിക്കുകയും നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. എന്ത് സന്തോഷം? അന്നലഹും ജന്നാത്തിൻ, തീർച്ച അവർക്ക് സ്വർഗമുണ്ടെന്ന്. തജ്രി മിൻ തഹ്തിഹാ, അതിന്റെ താഴ്വരയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അൽ അൻഹാറു, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ സുഖവും സൗകര്യവും ഉണ്ട്. ആ തോട്ടത്തിന്റെ തൊട്ടടുത്തു കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാണുമ്പോൾ തന്നെ, പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ് അതിന്. കുല്ലമാ റുസുഖു മിൻഹ, ആ സ്വർഗനിവാസികൾക്ക് ആ സ്വർഗത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കപ്പെടുമ്പോഴെല്ലാം, മിൻ സമറത്തിൻ, പഴവർഗത്തിൽ നിന്ന്, റിസ്ഖൻ, വിവിധ ഭക്ഷണങ്ങളെ അവർക്ക് ഭക്ഷിപ്പിക്കപ്പെടുമ്പോഴെല്ലാം, ഖാലു, ആ സ്വർഗനിവാസികൾ പറയും, ഹാദ, ഇത്, അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു, ഞങ്ങൾക്ക് നേരത്തെ ലഭിക്കപ്പെട്ടതാകുന്നു. എന്താ അതിന്റെ കാരണം? വഉതൂബിഹി, ഇതിനെ അവർക്ക് കൊണ്ടുവരപ്പെട്ടത് മുത്തശാബിഹൻ, ഏകദേശം ഒരേ രൂപത്തിലായിട്ടാകുന്നു. നേരത്തെ നൽകപ്പെട്ട അതേ പഴത്തിന്റെ രൂപത്തിലാണ് ഇപ്പോഴും നൽകപ്പെട്ടിട്ടുള്ള പഴം. അങ്ങനെ വരുമ്പോൾ, ഈ പഴം കിട്ടുമ്പോൾ, ഇത് ഞങ്ങൾക്ക് തൊട്ടടുത്ത സമയത്ത് കിട്ടിയതാണല്ലോ എന്ന് അവർ പറയും. യഥാർത്ഥത്തിൽ ഒരേ ആകൃതിയിൽ ഒരേ വർണ്ണത്തിലുള്ള പഴങ്ങൾ വിവിധ രുചികളാകുന്നു. ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ഇതുവരെ കിട്ടിയിട്ടില്ല, ഇത്ര രസകരമായത് ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്യും. വലഹും, അവർക്കുണ്ട്, ഫീഹ, സ്വർഗത്തിൽ, അസ്വാജും, ചില ഇണകളുണ്ട്. അസ്വാജ്, ഇണകൾ. മുതഹറത്തുൻ, ശുദ്ധിയുള്ളവരാകുന്നു, പരിശുദ്ധരായ ഇണകളുണ്ട്. ഇഹലോകത്തിലെ സ്ത്രീകളെ പോലെയല്ല. ഹൈദ്, നിഫാസ്, മൂത്രിക്കൽ, കാഷ്ടിക്കൽ, വിയർപ്പ്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത പരിശുദ്ധരായ ഇണകളാകുന്നു സ്വർഗലോകത്ത് അള്ളാഹു അവർക്ക് തയ്യാർ ചെയ്തിട്ടുള്ളത്. വഹും ഫീഹ, അവർ ആ സ്വർഗലോകത്തിൽ, ഖാലിദൂന, കാലാകാലം, അവസാനിക്കാത്ത കാലം അവർ ജീവിക്കുന്നവരാകുന്നു. ഈ സന്തോഷ വാർത്ത രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരോടാണ് പറയേണ്ടത്. നല്ല വിശ്വാസം, ഇളകാത്ത വിശ്വാസം. മറ്റൊന്ന്, സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കുന്നു. ഇത് ചെയ്യുന്നവർക്ക് അറിയിക്കേണ്ടതാകുന്നു. ഇന്നല്ലാഹ ലാ യസ്തഹ്യീ അൻ യദ്രിബ മസലൻ മാ ബഊളതൻ ഫമാ ഫൗഖഹാ
فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. ജൂതന്മാര് വന്നിട്ട് ഖുർആനിനെങ്ങനെ നിരൂപണം നടത്താൻ തുടങ്ങി. നിരൂപണം നടത്തിയാൽ ഒരു തെറ്റും കുറ്റം അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ല. അതിലൊരു തെറ്റും കുറ്റവും ഇല്ല. എല്ലാവരെയും എക്കാലത്തും വെല്ലുവിളിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെ ഇവർ പറഞ്ഞു, ഖുർആനില് ഈച്ചയെ പറ്റി പറയുന്നുണ്ടല്ലോ, ഈച്ച. അതുപോലെ നെംല്, ഉറുമ്പിനെ പറ്റി പറയുന്നുണ്ടല്ലോ. നെഹല്, തേനീച്ചയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അങ്കബൂത്ത്, എട്ടുകാലി ചെലന്തിയെ പറ്റി പറയുന്നുണ്ടല്ലോ. ഇത്രയും വലിയൊരു ഗ്രന്ഥമായിട്ട് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെടുന്നതായിട്ട് ഇതില് ഇത്തരം ചെറിയ നിസാര വസ്തുക്കളൊക്കെ ഉപമയാക്കിയത്, അതിനെ ചില ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ കൊണ്ടുവന്നത്. വളരെ മോശമായി പോയി. അതില്ലെങ്കിൽ ഈ ഖുർആൻ വളരെ മികച്ചു നിൽക്കുമായിരുന്നു എന്ന് എന്തെങ്കിലും ഒരു കുറ്റം പറയണ്ടേ? പറഞ്ഞു. അതിന്റെ മറുപടിയായിട്ട് അള്ളാഹു താല ഇറക്കിയതാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു താല ലാ യസ്തഹയി, അവൻ ലജ്ജിക്കുകയില്ല. ഐ യളിബ മസലൻ, ഉദാഹരണമാക്കുന്നതിന് അവൻ ലജ്ജിക്കുകയില്ല. മസലമ്മ, ഏതെങ്കിലും വിധത്തിലുള്ള ഉദാഹരണമാക്കലിന്, ബഅുലത്തൻ, അതിന് ചെറിയ പ്രാണികളാകാം, വമാ ഫൗഖഹ, അതിന്റെ മേലെയുള്ളതാവാം. അപ്പൊ ചെറിയ പ്രാണികളെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം വലിയ ജീവികളെയോ ഒക്കെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് അള്ളാഹു താല കൊണ്ടുവരും. അതിന് അള്ളാഹുവിന് ഒരു മടിയുമില്ല. ഇങ്ങനെ ഉദാഹരണപ്പെടുത്തിയാൽ ഫഅമ്മല്ലദീന കഫറു, അവിശ്വാസികളായി, ഫഅമ്മല്ലദീന ആമനു, വിശ്വാസികളായ വിഭാഗം, ഫയഅലമൂന, അവർ അറിയും, അന്നഹുൽ ഹഖു, അത് യാഥാർത്ഥ്യമാകുന്നു, മിർ റബ്ബിഹിം, റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന്. അള്ളാഹു ഇറക്കിയതാണ്. അതൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറക്കിയതാണ്. അതൊക്കെ ചിന്തിക്കുന്നതോറും അതിൽ ധാരാളം തെളിവുകളുണ്ട്. അതിൽ പഠിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. അത് വിശ്വാസികൾക്ക് തിരിയും. എന്നാൽ വഅമ്മല്ലദീന കഫറു, അവിശ്വാസികളായ വിഭാഗം, ഫയഖൂലൂന, അവർ പറയും, മാദാ അറാദുല്ലാഹു ബിഹാദാ മസല, എന്താണ് ഇത്തരം ഉദാഹരണങ്ങളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ഇത്തരം നിസാര വസ്തു, ഉറുമ്പിനെ അല്ലെങ്കിൽ തേനീച്ചയെ, എട്ടുകാരിയൊക്കെ ഉദാഹരണമാക്കിയിട്ട് അള്ളാഹു എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് അവർ പറയും. ചുരുക്കത്തിൽ യുളില്ലു ബിഹി കസീറ, അതിന്റെ ഒരു ഫായിദ കേൾക്കണം, അത് ഇത് തന്നെയാണ്. ധാരാളം ആൾക്കാരെ ഇതുകൊണ്ട് അവൻ പിഴപ്പിക്കുന്നു. വയഹ്ദി ബിഹി കസീറ, അതുകൊണ്ട് ധാരാളം ആളുകളെ അവൻ സന്മാർഗത്തിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. അത് ഇതിന്റെ ഒരു ഗുണഫലമാകുന്നു. ഖുർആൻ എല്ലാവരെയും നേരെയാക്കില്ല. കുറെ ആളുകളെ വഴിപിഴപ്പിക്കും, കുറെ ആളുകളെ അത് ഹിദായത്താക്കും. ഇതിനെ ആക്ഷേപിക്കുന്നവർ, ഇതിൽ തെറ്റ് കാണുന്നവർ മനസ്സിലാക്കുക, ഖുർആൻ നിരവധി ആളുകളെ ലലാലത്ത്, വഴികേടിലാക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് അവർ പെട്ടത് എന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. വയഹ്ദി ബിഹി കസീറ, അതുകൊണ്ട് അള്ളാഹു പലരെയും നേർവഴിക്കാക്കുകയും ചെയ്യും. ഒന്ന് പറയട്ടെ, വമാ യുളില്ലു ബിഹി, ഇതുകൊണ്ട്, ഖുർആൻ കൊണ്ട്, ഈ ഉപമകൾ കൊണ്ട് അള്ളാഹു പിഴപ്പിക്കുകയില്ല, ഇല്ലൽ ഫാസിഖീന, ഫാസിക്കുകളെ അല്ലാതെ. ഫാസിഖ് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട്, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടാതെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നവരെ അല്ലാതെ ഇതൊരിക്കലും തന്നെ പിഴപ്പിക്കുകയില്ല. അൽ ഫാസിഖീന എന്നതിനർത്ഥം അൽ ഖാരിജീന അൻ തഅതിഹി എന്ന തഫ്സീർ ജലാലൈൻ, അള്ളാഹുവിന് വഴിപ്പെടുന്നതിനെ തൊട്ട് പുറപ്പെട്ട. അപ്പൊ അള്ളാഹുവിന് വഴിപ്പെടാത്ത വിഭാഗത്തെ മാത്രമേ അള്ളാഹു തആല ഇതുകൊണ്ട് പിഴപ്പിക്കൂ. അപ്പൊ അവർ പോയത് കൊണ്ട് ഇവിടെ ഒരു നഷ്ടം വരാനില്ല. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അള്ളാഹു പിഴപ്പിക്കുന്നത് ഫാസിക്കുകളെ മാത്രമാകുന്നു, അള്ളാഹുവിനെ അനുസരിക്കാത്തവരെ മാത്രമാകുന്നു. അവരുടെ വിശേഷണം കേൾക്കണോ? അല്ലദീന, എങ്ങനെയുള്ളവരാണ് അവർ? യൻഖുലൂന, അവർ പൊളിക്കുന്നു, അഹ്ദല്ലാഹി, അള്ളാഹുവോട് ചെയ്ത കരാറിനെ അവർ പൊളിക്കുന്നു. അള്ളാഹുമായിട്ട് ചെയ്ത കരാറല്ലേ പാലിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത്? ആ കരാറിനെ അവർ പൊളിക്കുന്നു. അള്ളാഹു അവരോട് അവർക്കിറക്കിയ കിതാബുകളിൽ ചില കരാറുകൾ ചെയ്തിട്ടുണ്ട്. ആ കരാറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ഈ കിതാബുമായിട്ട് ഇവിടെ ജീവിക്കുന്ന കാലത്ത് ആഖിർ സമാന്റെ റസൂലാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി വന്നാൽ നിങ്ങളുടെ ഇത് ഒഴിവാക്കിയിട്ട് ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. തൗറാത്തിലും ഇഞ്ചീലും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ആ കരാറ് അള്ളാഹു അവരോട് ചെയ്തിട്ടുള്ളതാണ്.
ആ കരാറിനെ അവർ പൊളിക്കുന്നു. മിംബാദി മീസാഖിഹി, അള്ളാഹു അവരോട് കരാർ ചെയ്തതിന് ശേഷമായിട്ട് അവരതിനെ പൊളിക്കുന്നു. ഒരു കാര്യം. വയഖ്തഊന, അവർ പൊട്ടിക്കുന്നു, മുറിക്കുന്നു. മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അവരോട് ചേർക്കപ്പെടാൻ കൽപ്പിച്ചതിനെ അവർ മുറിച്ചു കളയുന്നു. കുടുംബബന്ധം പാലിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസം ഒരു സമയത്തും പൊട്ടിക്കരുത്, തുടർന്ന വിശ്വാസമായിരിക്കണം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ഭംഗം വരുത്തുന്നുണ്ട്. അള്ളാഹു അവരോട് ഏതൊന്നിനെയാണോ ചേർക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടത്, കൽപ്പിച്ചത്, അതിനെ അവരെ മുറിക്കുന്നു. കുടുംബബന്ധം പാലിക്കുന്ന വിഷയത്തിൽ അവർ വളരെ പിന്നിലാണ്. യുഫ്സിദൂന ഫിൽ അർളി, മാത്രമല്ല ഭൂമി ലോകത്ത് അവർ കലാപമുണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. എന്താ റസൂലുള്ള വന്നിട്ട് പറഞ്ഞത്? ഈ ലോകത്തെ മുഴുവൻ പടച്ചവന്, ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവന് ഇബാദത്ത് ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞാൽ അവരെ മെക്കിട്ടേറിലാണോ വേണ്ടത്? അത് സ്വീകരിക്കുന്നവരെ ഉപദ്രവിക്കലാണോ വേണ്ടത്? എന്നാൽ ഇവർ ചെയ്യുന്നത് യുഫ്സിദൂന ഫിൽ അർളി, ഭൂമി ലോകത്ത് അവർ കുഴപ്പമുണ്ടാക്കുന്നു. ഉലായിക്ക, ഇങ്ങനെയുള്ള വിഭാഗം, ഹും അവർ, അൽ ഖാസിറൂൻ, അവർ നഷ്ടപ്പെട്ടവരാകുന്നു. ഇഹത്തിലും പരത്തിലും നഷ്ടപ്പെട്ടവരാകുന്നു അവർ. അവർക്ക് നഷ്ടമേയുള്ളൂ. കാരണം എന്താ? അവരുടെ മടക്കം ഇല നാരിൽ മുഅബ്ബദത്തി അലൈഹിം എന്നാണ് തഫ്സീർ. അവരുടെ മടക്കം അവരുടെ മേലെ എന്നെന്നും നിലനിൽക്കുന്ന അവസാനിക്കാത്ത നരകത്തിലേക്കാകുന്നു. അതുകൊണ്ട് അവരാണ് നഷ്ടത്തിന്റെ ഏറ്റവും വലിയ ആളുകൾ. ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് അവർക്കാകുന്നു. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. കൈഫ, അതല്ല കൂട്ടരെ, എങ്ങനെയാണ് തക്ഫുറൂന, നിങ്ങൾ അവിശ്വസിക്കുന്നത്, ബില്ലാഹി, അള്ളാഹുവെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അവിശ്വസിക്കാൻ കഴിയുന്നു? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാനുള്ള കാരണങ്ങളല്ലേ ഇവിടെയുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ അവിശ്വസിക്കുന്നത്? എന്തേ? കുന്തും, നിങ്ങളായിരുന്നുവല്ലോ, അവ്വാത്ത്, നിർജീവമായ വസ്തുക്കളായിരുന്നുവല്ലോ. ഒരു കാലത്ത് നിങ്ങൾ ഇന്ദ്രിയത്തുള്ളികളായിരുന്നു, ജീവനില്ലാത്ത ഇന്ദ്രിയത്തുള്ളികളായിരുന്നു. അഹയാക്കും, അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ജീവൻ നൽകി. എവിടെ വെച്ചാ ജീവൻ നൽകിയത്? നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ വെച്ച്, നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക കേന്ദ്രത്തിൽ വെച്ച് നിങ്ങൾക്ക് ജീവൻ നൽകി. അല്ലോ, എന്നിട്ടോ സുമ്മ യുമീതുക്കും, അതിന് ശേഷമായിട്ട് നിങ്ങളെ മരിപ്പിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. നിങ്ങൾ ജനിക്കുന്നു, നിങ്ങൾ അതിന്റെ മുമ്പ് ജീവനില്ലാത്തവരായിരുന്നു, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഈ ജീവിച്ചതിന് ശേഷം ഒരു മരണം ഉണ്ടാകുന്നു. ആ മരണത്തിൽ നിന്ന് മാറിയിക്കാൻ ആർക്കും സാധിക്കുന്നില്ല, എല്ലാവർക്കും തിരിയുന്നതാണ്. സുമ്മ യുഹ്യീക്കും, അതിന് ശേഷമായിട്ട് നിങ്ങളെ അള്ളാഹു തആല ഹയാത്താക്കുന്നു. ഇതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. ഈ ഹയാത്തിനെയാണ് നിങ്ങൾക്ക് പേടിയില്ലാത്തത്. സുമ്മ ഇലൈഹി, പിന്നെ അള്ളാഹുവിലേക്ക് തന്നെ, തുർജഊന, നിങ്ങളെ മുഴുവൻ മടക്കപ്പെടും. ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്. പിന്നെ എങ്ങനെയാണ് ആ അള്ളാഹുവെ കൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നവരാകുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? അത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ എന്നർത്ഥം. ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ ഇസ്തവാ ഇലസ് സമാ ഫസവ്വാഹുന്ന സബ്അ സമാവാതിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. ഹുവ, അല്ലാഹു തആല, അല്ലദീ ഖലഖ ലകും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പടച്ചവനാകുന്നു, മാഫിൽ അർളി ജമിഅ, ഭൂമിയെയും ഭൂമി ലോകത്തുള്ള സർവമാന വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു പടച്ചത്. അപ്പോ എത്ര നന്ദി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെള്ള സൗകര്യം ഉണ്ടാക്കി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വസിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമിയാക്കി തന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ധാന്യങ്ങളെ മുളപ്പിച്ചു, നിങ്ങൾക്ക് അതിനെ പാകപ്പെടുത്തി തന്നു, നിങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ തന്നു. ഇങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ഭൂമി ലോകത്തെ സർവ്വ വസ്തുക്കളെയും പടച്ചു തന്നിരിക്കുന്നു, ജമിയാൻ, ഒന്നൊഴിയാതെ. അങ്ങനെ ഭൂമിയുടെ സെറ്റിപ്പ് കഴിഞ്ഞതിന് ശേഷം സുമ്മസ്തവ ഇലസ്സമായി, അതിനുശേഷമായിട്ട് അള്ളാഹു ആകാശത്തിന്റെ ഭാഗത്തിലേക്ക് കരുതി. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഖസദ എന്നർത്ഥം, കരുതി. ഭൂമിയെ പടച്ചതിന് ശേഷം ആകാശം പടക്കാൻ കരുതി. ഇലസ്സമായി ഫസവ്വാഹുന്ന, എന്നിട്ടോ അതിന് ചൊവ്വായ രൂപത്തിൽ പടച്ചു. യാതൊരുവിധ കുറവുമില്ലാതെ, ഏതെങ്കിലും ഭാഗത്ത് കൂടലോ കുറയലോ ഇല്ലാതെ വളരെ നല്ല രൂപത്തിൽ അതിനെ അള്ളാഹു തആല പടക്കുകയും ചെയ്തു. സബഅ സമാവാത്തിൻ, 7 ആകാശങ്ങളായിട്ടാണ് പടച്ചത്. വഹുവ, അള്ളാഹു തആല, ബികുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളെ കൊണ്ടും അലീമുൻ, അറിയുന്നവനാകുന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെയും നിങ്ങൾ
ഈ നബിമാരുടെ ദഅവത്ത് കേട്ടിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെയും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞിട്ട് അങ്ങനെ പോകുന്നല്ല. അതിനുള്ളത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരും, അവന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അർഹമുർ റഹീമായ അള്ളാഹു അവന്റെ ശിക്ഷയിൽ നിന്ന് നമ്മയെല്ലാം ഒഴിവാക്കി തരട്ടെ. എല്ലാവിധ രക്ഷയും സാധുക്കളായി നമുക്ക് അവൻ ഓശാരമായിട്ട് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.